പിടിയിട്ടിട്ടുണ്ടാവും. റവ കേസരിയാണ് തയ്യാറാക്കുന്നത്. ഞാൻ പറഞ്ഞു പല്ല് ക്ലിപ്പിട്ടതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ സംസാരിക്കുമ്പോൾ. വേറെ പ്രത്യേകതയൊന്നും ഇല്ല. ക്ലിപ്പിട്ടതിന്റെ ഒരു സംസാരത്തിന്റെ ഒരു ഓൾറെഡി വാക്കുകളെല്ലാം തലതിരിഞ്ഞാൽ വരാറ്. ഇനി ഇതും കൂടി ആകുമ്പോൾ ഇനി ഡബിളായിട്ട് തലതിരിഞ്ഞോളും. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, ക്ഷമിക്കുക, പോക്കുക. പിന്നെ പറയാനുള്ളത്, കുറെ നാളായി നമ്മൾ നാട്ടിൽ പോയ സമയത്താണ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുന്നത്. അല്ല, നാട്ടിൽ പോണതിന്റെ മുന്നേ, നാട്ടിൽ പോയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, 1-2 വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം കുറെ പേര് പുറത്ത് പോയതിന്റെ ടൂർ പോയതിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ വ്ളോഗ് പോലെ ഇടാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞാൻ അവിടെ നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് ഓരോ ഭാഗങ്ങളൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. എഡിറ്റ് ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ പറ്റുകയാണെങ്കിൽ ഇടാം. ഒരു ഫുൾ വ്ളോഗ് എന്നൊന്നും പറയാനുള്ളതില്ല, ഒരു തട്ടിക്കൂട്ട് വ്ളോഗ് പോലെ ഞാൻ ചെയ്യാം. കുറെ പേര് പറഞ്ഞു എന്താ നാട്ടിൽ പോയിട്ട് വ്ളോഗൊന്നും ചെയ്യാനെന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഞാൻ പോകുന്ന അവിടെ എങ്ങനെ ക്യാമറയും പിടിച്ച് നടക്കുമ്പോഴേ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ മാത്രമേ ഈ ക്യാമറയും പിടിച്ച് നടക്കുക, ബാക്കിയുള്ളവരൊക്കെ നല്ല എന്റർടൈൻ ചെയ്ത് നടക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. ഞാൻ വിചാരിച്ചു കണ്ണുകൊണ്ട് കാണുക, നമ്മൾ ആസ്വദിക്കുക, അല്ലാതെ ഈ ക്യാമറയും പിടിച്ച് നടന്നിട്ട് എനിക്ക് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ വ്ളോഗ് ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു. അതാണ് ഉണ്ടായത് കേട്ടോ. അപ്പൊ എന്തായാലും ആദ്യം വർത്താനം പറഞ്ഞ ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾ. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട് നോക്ക്, നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. ആ പറഞ്ഞ രീതിയിൽ അളവ് കാര്യങ്ങൾ എടുക്കാം. മെയിൻ ആയിട്ട് ഇതിന്റെ ഇതെന്ന് വെച്ചാൽ ചൂടുവെള്ളം ചേർക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ കേസരി എത്ര നേരം ഇരുന്നാലും അങ്ങനെ കട്ടയായിട്ട് പോവില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. ആ ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്തോളോ, അപ്പോഴാണ് ആ കേസരി തണുത്താലും ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പൊ നമുക്ക് റെസിപ്പി എങ്ങനെയാ തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് കേസരി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് മതിയിട്ട്. ഇപ്പൊ 1 ടീസ്പൂണ് നെയ്യ്. ഇപ്പൊ നമ്മുടെ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കണം കേട്ടോ. ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട് അണ്ടിപ്പരിപ്പ്. ഒരു 2-3-4 അണ്ടിപ്പരിപ്പും പിന്നെ ഒരു 10-15 നല്ല കേട്ടോ. അതിലും കൂടുതലുണ്ട് മുന്തിരി കുറച്ച്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. മതി കേട്ടോ, ഇത്രയും മതി. മാറ്റരുന്ന്. ഇനി ഇതില് നമ്മൾ ആ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് നെയ്യ് ബാക്കിയുണ്ട്. ആ നെയ്യ് മതി കേട്ടോ, ഇനി വേറെ ചേർക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. റവ ഞാൻ 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കണേ. 1 കപ്പ് റവ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3-4 മിനിറ്റ്, ശരിക്കും പറയുകയാണെങ്കിൽ 2-3-4 മിനിറ്റ് വെച്ചാൽ മതി. അപ്പത്തേനും അതിന്റെ ആ പച്ചമണമൊക്കെ പോകും റവയുടെ. നമുക്ക് നല്ല മൂത്ത് കിട്ടും റവ. എന്നാൽ കളറ് മാറുവരുത്. ആ ഒരു പരുവത്തിനാക്കിയിട്ട് എടുക്കുക. തീ കുറച്ച് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ആ പരുവം കറക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ ഇതേ നമ്മളെ റവ 2-3 മിനിറ്റ് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചെറുതീയിൽ വെച്ചിട്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിനായാൽ മതി. കളറ് മാറരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മള് 1 കപ്പ് റവയാണ് എടുത്തേക്കണത്. അതിന് 3 കപ്പ് വെള്ളം, അതാണ് കണക്ക് കേട്ടോ. 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളപ്പിച്ച വെള്ളം, നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനൊപ്പം തന്നെ ഇതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണ്. നെയ്യ് മാത്രമായി കഴിഞ്ഞാൽ കഴിക്കുമ്പോഴേ ഭയങ്കര കുത്താണ്. അതൊരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ. ഇനി നല്ലൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ലൊന്ന് കുറുകി വരും കേട്ടോ. ആയിട്ടില്ല, പരിവായിട്ടില്ല. അതുപോലെ ഒരു സ്വല്പം ഫുഡ് കളർ ഞാൻ വെള്ളത്തിലാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. ഞാൻ കാണാൻ ഫോട്ടോയ്ക്കൊക്കെ ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മറ്റേ കുങ്കുമപ്പൂവൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ ചേർക്കണില്ല, എനിക്ക് അതിന്റെ മണം ഇഷ്ടമല്ല. എന്താണെന്നറിയില്ല, എനിക്ക് അതിന്റെ ആ ഒരു സ്മെല്ല് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചേർക്കാം. ഞാൻ കളറും ചേർക്കാറില്ല. പക്ഷെ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗി വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കളർ ചേർക്കാറില്ല. കളറോ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഈ നേരത്ത് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. തീ വളരെ കുറച്ച് വെച്ചോളൂ കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്പോഴാണ് ആ ചെറുതിയിൽ ഇരുന്നിട്ട് ഇത് കണ്ടോ, ഇപ്പൊ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണേ. ഇനി നമുക്ക് പഞ്ചസാരയൊക്കെ ചേർക്കാണ്ട് കേട്ടോ. വരട്ടെ, ആയിട്ടില്ല. അപ്പൊ നമ്മൾ 2 ടേബിൾ സ്പൂണ് നെയ്യും 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും ആണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് 1 ഏലക്കായ ഞാൻ ചതച്ചെടുത്താണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 ഏലക്കായ മതി, അധികമൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര കേട്ടോ. തീ കുറച്ച് തന്നെ വെക്കുക. എന്നിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതായത് കിടന്ന് പഞ്ചസാര അലിയും. അപ്പൊ ഇത് ഇനി ലൂസാവും. പിന്നെ ചിലവര് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് റവ ഇടുന്നവരുണ്ട്.
പല രീതിയിൽ ചെയ്യും. പക്ഷെ എനിക്ക് ഇങ്ങനെ ചൂടുവെള്ളം റവയിലേക്ക് ഒഴിക്കണ ആ ഒരു സമ്പ്രദായമാണ് എനിക്ക് ഇഷ്ടമായിരിക്കുന്നത് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ ഇത് തണുത്താലും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ലേ, നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇതിന്റെ ആ ഒരു പരിവരിക്കുന്നത്. ഇതങ്ങനെ ആ ലൂസായി വരുന്ന ആ പരുവത്തിൽ തന്നെ ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ മധുരമുള്ള സാധനങ്ങൾ ഒരു സ്വല്പം ഉപ്പ് ചെല്ലണം, എന്നാലാണ് ആ മധുരം കറക്റ്റായിട്ട് നമുക്ക് അറിയുള്ളൂ. അല്ലെങ്കിൽ അങ്ങോട്ട് മധുരം കറക്റ്റ് ആവാത്ത പോലത്തെ ഒരു ഫീൽ തോന്നും. ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. പണി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ. വേണ്ട, നല്ലോണം കുറുകി റെഡി മണിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ 1 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുക. കഴിഞ്ഞു. ടോട്ടല് 3 ടേബിൾ സ്പൂണ് നെയ്യും 3 ടേബിൾ സ്പൂണ് ഓയിലുമാണ് നമുക്ക് വേണ്ട കേട്ടോ. അവസാനമായിട്ട് ഒരു 2 തുള്ളി നമ്മുടെ പൈനാപ്പിൾ എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും മഞ്ഞ കളറല്ലേ, അപ്പൊ വേണ്ടവർക്ക് പൈനാപ്പിൾ ചേർക്കാം, റോസ് എസൻസ് വേണ്ടവർക്ക് റോസ് എസൻസ് ചേർക്കാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വർത്താനം പറയുമ്പോൾ ഒരു പിടുത്തം വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ അത് വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ പല്ല് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പൊ അതിൻ്റെതായ ഒരു പിടുത്താണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നല്ല നെയ്യ് തെളിയണ പരിവാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും നെയ്യ് ഒഴിക്കാം കേട്ടോ. ഈ പറഞ്ഞതിലും ഇട്ടിട്ട് 6 ടേബിൾ സ്പൂണ് നെയ്യാക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. എനിക്കിവിടെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പൊ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടോ ഇരിക്കുന്ന പരിവം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, നല്ല സോഫ്റ്റ് ആണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും ഇപ്പം ഞാൻ പറയാറില്ല. അതൊക്കെ നിങ്ങൾ അതിന്റെ തരം പോലെ ചെയ്തോളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പണി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇതിപ്പോ നല്ല വഴറ്റി സെറ്റായിട്ട് കുറുകി സെറ്റായിട്ട് കഴിഞ്ഞു. പണി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. പണി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ചേർത്താൽ മതി, നിർബന്ധമില്ല. ഞാൻ കാണാൻ ഫോട്ടോയ്ക്കൊക്കെ ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മള് എന്താ പറയാ, മറ്റേ ആ കുന്തത്തിന്റെ പേരെന്തായാലും മറന്നുപോലോ. ചേ ദൈവമേ, അയ്യോ. അപ്പൊ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എന്താ നിങ്ങൾക്ക് ഓൾറെഡി തമ്മനയിൽ കണ്ടപ്പോ പിടികിട്ടിട്ട് അപ്പൊ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എന്താ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ തമ്മനയിൽ കണ്ടപ്പോ പിടിയിട്ടുണ്ടാവും. റവ കേസരിയാണ്.